മോഹൻലാലിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമയായ തുടക്കം ഇത്രയും വലിയ ഹിറ്റായി മാറിയത്. ഒരു പുതുമുഖതാരമായി വന്ന വിസ്മയ്ക്ക് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച കാസ്റ്റിനെയും ക്രൂവിനെയുമാണ് ലഭിച്ചത്. അതിപ്പോൾ ഡയറക്ടറായ ജൂഡ് ആന്റണി ജോസഫ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫറായ ജോമോൻ ജോൺ ആയിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടറായ ജേക്സ് ബിജോ ആയിക്കോട്ടെ, എല്ലാവരും ഇൻഡസ്ട്രിയിലെ ഓരോ ഫീൽഡിലും മികച്ച എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇതിനു പുറമെ സായ്കുമാർ, മനോജ് കെ ജയൻ, ഗണേഷ് കുമാർ എന്നീ വലിയ താരനിരയാണ് സിനിമയിലുള്ളത്. അതിനോടൊപ്പം ലാലേട്ടന്റെ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളും ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു പുതിയ താരം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ വിസ്മയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പ്രത്യേകിച്ച് പുതുമയുള്ള സ്റ്റോറി ഒന്നുമല്ല ഈ ഒരു സിനിമയ്ക്കുള്ളത്. സിനിമ എനിക്ക് വളരെ എബോവ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. നെപ്പോക്കിഡായ വിസ്മയ്ക്ക് ഈ സിനിമയിൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യ സിനിമ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അഭിനയമൊക്കെ വളരെ ആവറേജ് ആയിരുന്നു. എന്നാൽ ഫൈറ്റ് സീൻസ് ഒക്കെ നല്ല രീതിക്ക് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ പല ഫൈറ്റ് സീനുകളിലും ആളുടെ എക്സ്പ്രഷൻസ് കാണുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം ഒരു ഫൈറ്റ് സീനിൽ വരേണ്ട ഗൗരവോ കാര്യങ്ങളോ ഒന്നുമല്ല മുഖത്ത് വരുന്നത്. സിനിമയിലെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ആന്റണി പെരുമ്പാവൂരിന്റെ മകനായ ആശിഷ് ജോ ആന്റണിയുടെ ആയിരുന്നു. സത്യം പറയാമല്ലോ, വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം, ഒന്നിനും മടിക്കാത്തൊരു വില്ലൻ, അങ്ങനത്തെ ഒരു റോളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അത് അദ്ദേഹം വേറെ ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമിയോയിൽ വരുന്ന ലാലേട്ടന്റെ പല സീനുകളും ഭയങ്കര ബോറായിരുന്നു. ആദ്യം ലാലേട്ടന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വേറെ ലെവലായിരുന്നെങ്കിലും പിന്നീട് അങ്ങോട്ട് പല സീനുകളും ഭയങ്കര ബോറായിരുന്നു. സോ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കണ്ടന്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക.